വാവാവോ വാവാവോ ഉറങ്ങിക്കോ ഉറങ്ങി. നീ ആ കുഞ്ഞിനെ തൊട്ടിലോട്ട് കിടത്ത് വേണേ. രണ്ടാട്ടാട്ടിയ സുഖമായി ആ കുഞ്ഞ് കിടന്നുറങ്ങിക്കോളും. അതിനല്ല തൊട്ടിൽ കെട്ടിയേക്കുന്നേ, കാണാനാ. ആ ആ കുഞ്ഞ് ഉണർന്നപ്പോൾ ഞാൻ എടുത്തുന്നേ ഉള്ളമ്മേ. കിടത്ത പതുക്കെ ആട്ടുമോളെ, അതൊരു കുഞ്ഞാ. അല്ല ഊഞ്ഞാലാട്ടുന്ന പോലെ. പതുക്കെ അമ്മേ. അമ്മ ആ തൂക്കുപാത്രം എന്തിയേ കുഞ്ഞിന് പാല് തിളപ്പിച്ച് വെക്കുന്നത്? അത് നീ വീട്ടിൽ പോയപ്പോൾ ഞാനവിടെ കഴുകി വെച്ചിരുന്നല്ലോ. ആ പാത്രത്തിൻ്റെ ഇടയിൽ നോക്ക്. ഇല്ല അമ്മ, ഞാനിവിടെ എല്ലാം നോക്കി കാണുന്നില്ല. അതെവിടെ പോയി? അമ്മ അന്നേ എട്ടുകാലി വെട്ടെന്നും പറഞ്ഞ് അമ്മ പായസം ആ പാത്രത്തിലല്ലേ അനിതേച്ചിക്ക് കൊണ്ട കൊടുത്തേ? ഓർമ്മ വന്നു. അതവൾ തിരിച്ചു തന്നില്ല അല്ലേ? ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. നീ വേഗം അടുപ്പ് കത്തിച്ച് അരിയിട്. എന്നിട്ട് കുറച്ച് തുണിയുണ്ട്, അതൊക്കെ അങ്ങ് നനച്ചിട്. നല്ല വെയിലുണ്ട് ഇപ്പോൾ. അനിതേ അനിതേ, ഇവളെവിടെ പോയി കിടക്കുക? നല്ല ഫോട്ടോ. ഇനി ഇവളിവിടെ ഇല്ലേ? അനിതേ. വരുന്നുണ്ട്. ചേച്ചിയോ? വാ. എടിയാ തൂക്കുപാത്രം തന്നേ. തരാം. കയറി വാ ചേച്ചി, വാ വന്നിരിക്കേ. അങ്ങോട്ട് ഇരിക്കു ചേച്ചി. എന്താ ഇത്ര തിരക്ക്? ഒരുമോളുണ്ടല്ലോ വീട്ടിൽ. നീ അങ്ങ് ചെറുപ്പമായി വരുവാണല്ലോ പെണ്ണേ. അങ്ങ് പോ ചേച്ചി. അത്ര തന്നെ. ഇവൾക്ക് പായസം കൊടുത്തു നന്നായി. എന്തെങ്കിലും പറഞ്ഞോ ചേച്ചി? ഒന്നുമില്ലേ, പോയിട്ട് വരാം. മോനെ, ഇവന് ബ്രെഡ് കൊടുക്കുവാന്നോ? എന്താടാ, കഴിച്ചോടാ? കഴിച്ചോ? വഴുതനങ്ങ നോക്കി എരിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. കറി പാഴായില്ലല്ലോ, അത് മതി. അമ്മ ഈ അവിയലിൽ വല്ല എട്ടുകാലിയും വീണതാവുമോ? അങ്ങനത്തെ മഹാഭാവം ആരെങ്കിലും ചെയ്യുമോ മോളെ? എന്നിട്ട് നമ്മൾ ചെയ്തല്ലോ. അത് പിന്നെ പാലടയ്ക്കൊക്കെ എന്താ വില? അതെങ്ങനെ കളയും? എത്ര ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നറിയോ അവർക്കൊന്നും വരുത്തല്ലേന്ന്. അവിയൽ ഉഗ്രൻ, നല്ല രുചിയമ്മേ. അനിതേച്ചിയുടെ കൈപ്പുണ്യം അല്ലേലും കൂടുതലാണ്. എനിക്കിവിടെ ചോറെടുത്തോ മോളെ, നമുക്ക് കഴിക്കാം.